ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട തങ്ങൾ മാഷ്, ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള അവതാരകനും കൂടിയുടെ ആയിട്ടുള്ള പ്രിയപ്പെട്ട ഷബീർ, ഇന്ന് ഒരു എഴുത്തുകാരൻ്റെ ചരിത്രകാരൻ്റെ റോളിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എഴുത്തുകാരനും കൂടിയായ പ്രിയപ്പെട്ട മാഷ് റിയാസ് മാഷ്, അടുത്ത സെഷൻ നമുക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പോകുന്ന ഞങ്ങൾ ഇവിടുന്നാണ് പരിചയം. ഒരു വാട്സപ്പ് സ്റ്റാറ്റസിലൂടെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്, ഇന്ന് നേരിൽ കണ്ടു. അപ്പോൾ ഒത്തിരി ആളുകളാണ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വരുന്നത്. വലിയൊരു ഗസ്റ്റിനെ തന്നെ, വലിയൊരു ഗസ്റ്റിൻ്റെ കൂട്ടത്തെ തന്നെ റിയാസ് കാക്ക് ഇവിടെ എത്തിക്കാൻ മാസ്റ്റർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടൊരു കോർഡിനേറ്റർ, ഒരു സംഘാടകനായിട്ട് മാറി നിൽക്കേണ്ട ഒരാളെ വിളിച്ച് പ്രിയപ്പെട്ട ഷബീർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവതരണത്തിലൂടെ പറഞ്ഞ ആ ഒരു ക്വാളിറ്റിയിലേക്ക് ഷഫീഖ് മാഷ് എത്തുന്നത്, ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, കോൺക്ലേവിനൊരു ലക്ഷ്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ഇനി ഇതുപോലെയുള്ള മോട്ടിവേഷൻ സ്പീക്കർമാരും എഴുത്തുകാരും തങ്ങൾ മാഷ പോലെയുള്ള എന്നെ പോലെയുള്ള ആളുകളൊക്കെ ആയിട്ട് മാറാനുള്ളതാണ്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കണില്ല. എന്നോട് പറഞ്ഞ സമയം വളരെ കുറച്ച് സമയമാണ്. ഇത് കഴിഞ്ഞിട്ടൊരു ക്ലാസ്സും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നേരത്തെ തന്നതാണ്, നേരത്തെ വന്ന് പോവാമെന്ന് പറഞ്ഞതാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും ആര് സംസാരിക്കുമ്പോഴും നമ്മുടെ മൈൻഡ് എപ്പോഴും നമ്മുടെ ഒപ്പല്ലേക്കാരം. ആണോ? ആണോ? അല്ല, നമ്മുടെ മൈൻഡ് നമ്മുടെ കൂടെയല്ല. പക്ഷേ ഇനി ഒരു 20 സമയം ഞാൻ എൻ്റെ സെഷനെ 3 സമയമായിട്ട് മാറ്റും, 3 സെഷനായിട്ട് മാറ്റും. 1, ഞാൻ നിങ്ങളെ ചിന്തിപ്പിക്കും. 2, ഞാൻ നിങ്ങൾക്കൊരു അറിവ് തരും. 3, നിങ്ങൾക്ക് ഏറ്റവും താല്പര്യത്തോടു കൂടി ചോദിക്കാൻ പറ്റുന്ന 3 ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുകയും ചെയ്യാം. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഇതൊരു എന്തല്ല, 1 മാൻ ഷോ അല്ല, നമ്മളെല്ലാവരും കൂടിയുള്ള ഒരു ഷോ ആണ്. അങ്ങനെയുള്ള പ്രസംഗങ്ങൾക്ക് അരോചകമായിട്ട് നിങ്ങൾക്ക് തോന്നാം. അത് എനിക്കറിയാലോ, നമ്മളെ ഒരു പ്രായം അതിനെന്തല്ല, തയ്യാറല്ല. അപ്പം ഞാൻ ചോദിക്കാം, നമ്മൾ ഇത്തരം ഒരു സോഷ്യൽ കോൺക്ലേവിൽ വരുമ്പോൾ ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം എന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരും. ഞാൻ താഴോട്ട് ഇറങ്ങിക്കോട്ടെ. ഫോട്ടോ കിട്ടിയില്ല, ഞാൻ താഴത്തേക്ക് ഇറങ്ങിക്കോട്ടെ. എനിക്ക് ഈ കുട്ടികളൊപ്പം നിന്നേ പരിചയമുള്ളൂ, വലിയ സദസ്സിൽ കയറിയിരുന്ന് പരിചയം ഇല്ല. അതുകൊണ്ടാണ് നല്ല നല്ല ഗസ്റ്റുകൾക്ക് അനുയോജ്യമായ സ്ഥലമാണിത്. നമ്മൾ നിങ്ങളൊപ്പാണ്, ഞാൻ ഇവിടെയാണ്. ഓക്കെ, യെസ്, ക്യാമറ പ്രശ്നമില്ലല്ലോ? ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഒരു ക്യാമ്പിന് വരുന്ന സമയം എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ സാധാരണ രീതിയിൽ ക്ലാസ്സിന് വരുമ്പോൾ ഫോണൊന്നും കൊണ്ടുവരലില്ല. പക്ഷെ ഇന്ന് നിങ്ങളെ കയ്യിലൊക്കെ ഫോൺ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നണു ഇന്ന് ഇതിന് വന്നത് തന്നെ കുറേ സമയം ഫോണുമ്പോൾ കളിച്ചാനാണോ എന്ന് സംശയം. അപ്പോൾ അതുകൊണ്ട് ആ ഫോണൊക്കെ ഒന്ന് എടുത്തു വെച്ചു കേട്ടോ. ഞാൻ നേരത്തെ ഇങ്ങനെ വന്നപ്പോൾ പ്രസംഗങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് വർഗീയതക്കെതിരെ മതേതരത്വം ഒക്കെ ആവശ്യപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ നീക്കുകയാണ്. ഇവിടെ അത്രമേൽ വളരെ പ്രധാനപ്പെട്ട വർത്തമാനകാല രാഷ്ട്രീയമൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്കിങ്ങനെ ഒരു അവസരം കിട്ടുമ്പോഴാണല്ലോ കൂടുതൽ സമയം നമ്മളെ കയ്യിൽ അത് കിട്ടണത്, അല്ലേ? ഇന്നിപ്പോൾ തന്നതിനെന്താ കാരണം? ഒറ്റയ്ക്ക് വന്നതാണ്. ഇനി എന്തെങ്കിലും ആവശ്യം ഈ ഫോണിൻ്റെ വിളിച്ചോണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടേക്കാരൻ ഇന്ന് ആദ്യമായിട്ട് കിട്ടിയൊരു സ്വാതന്ത്ര്യക്കാരൻ ചിലപ്പോൾ, അല്ലേ? പക്ഷെ കുഴപ്പമില്ല, നമുക്കത് നല്ല രൂപത്തിൽ യൂസ് ചെയ്യണമല്ലോ. ഇല്ലെങ്കിൽ നല്ല രൂപത്തിൽ ഫോൺ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷഫീഖ് മാഷിനെ ഗസ്റ്റായിട്ട് ആരും വിളിക്കൂല, റിയാസ് മാസ്റ്റർ വിളിക്കൂല. കാരണം എന്താ? സോഷ്യൽ മീഡിയയെ എൻ്റേതായിട്ടുള്ള രൂപത്തിൽ, ഇപ്പോൾ എനിക്ക് തോന്നുന്ന വലിയ എഴുത്തുകാരൻ റിയാസ് മാഷൊന്നുമല്ല. ഏറ്റവും വലിയ എഴുത്തുകാരൻ ഇന്ന് വള്ളുവനാടൻ്റെ ചരിത്രവേദിയ റിയാസ് മാഷല്ല. ഏറ്റവും വലിയ എഴുത്തുകാരൻ ഞാനാണ്. ഞാൻ എഴുതിയ അത്ര റിയാസ് മാഷ് ബോർഡിൽ എഴുതിയിട്ടുണ്ടാവില്ല. 8 വർഷമായി അധ്യാപന ജീവിതത്തിൽ ഇഷ്ടം പോലെ. നിങ്ങളെ ഇതൊക്കെ കാണാം, ഞാൻ എഴുതിയൊന്നും കാണൂല, കാരണം അപ്പം തന്നെ വായിച്ചാണ്. മാത്രമല്ല, ഇന്ന് കേരളത്തിൽ കുട്ടികൾ വായിക്കുന്ന കുഞ്ഞു വായന എന്ന് പറയുന്ന ഒരു ചെറിയ കണ്ടൻ്റുള്ള വളരെ ചെറിയൊരു ഇതുണ്ട്. അത് എല്ലാ ദിവസവും ഏകദേശം 2000-ലധികം 2 വർഷം കൊണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട് കുഞ്ഞു വായന. ഇന്നും കാണാം. ഇന്നും അത് എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. കുഞ്ഞെഴുത്ത് എന്ന് പറയുന്ന സാധനമുണ്ട്. എല്ലാ ദിവസവും ദിനപത്ര ക്വിസ്. നമ്മൾ പത്രം വായിക്കലുണ്ടോ? എല്ലാ ദിവസവും പത്രം വായിക്കണ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഞാനൊരു ഗിഫ്റ്റ് തരും. എല്ലാ ദിവസവും മുടങ്ങാതെ. ഇന്ന് പറ്റിയിട്ടില്ല, എല്ലാ ദിവസവും വായിക്കലുണ്ടോ? ഇന്ന് വായിച്ചോ?
ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് എന്താ? ഇല്ല, ഇന്ന് വായിച്ചിട്ടില്ല. വായിച്ചോ? ഇന്ന് വായിച്ചോ? എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് എന്താ? ഞാൻ കളിക്കളം വായിച്ചിട്ടുള്ളൂ. കളിക്കളം മാത്രമേ വായിച്ചിട്ടുള്ളൂ, അതായത് സ്പോർട്സ് മാത്രം അല്ലേ? ആ സ്പോർട്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്താ? ഇന്ത്യൻ്റെ ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നു, അതിൽ വിൻ ചെയ്തത്, വിക്കറ്റ് എടുത്തതിൻ്റെ. ഓക്കെ, കുഴപ്പമില്ല. ഇനി നിങ്ങളോട് ഞാൻ വെരി ഗുഡ്, നല്ല കുട്ടിയായിട്ട് നന്നായിട്ട് വായിക്കണം, എല്ലാ ദിവസവും നന്നായിട്ട് വായിക്കണം. വായിക്കുമ്പോഴാണ് വിവരങ്ങൾ പുതുതായിട്ട് നമുക്ക് കിട്ടുക. ഓക്കെ, ഞാൻ ഈ കൂടുതലൊന്നും പറയണില്ല. ഞാൻ ചെറിയൊരു ആക്ടിവിറ്റിയിലേക്ക് പോവാണ് അല്ലേ? ആക്ടിവിറ്റിയിലേക്ക് ഞാൻ പോവാണ്. ആക്ടിവിറ്റി വളരെ സിമ്പിൾ ആക്ടിവിറ്റിയാണ്. എൻ്റെ കയ്യിലൊരു കത്രികയുണ്ട്. ഉണ്ടോ? എല്ലാവരും എന്നെ കേൾക്കണം കേട്ടോ. ഞാൻ ഈ ക്യാമറൻ്റെ അടുത്തായതുകൊണ്ടാണ്, നിങ്ങളുടെ അടുത്തേക്കൊക്കെ വരണമെന്നുണ്ട്. എനിക്കെല്ലാവരുടെയും എന്ത് കൊള്ളണം? ചൂട് കണ്ടാലേ എനിക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? അടുത്ത് വരണം, അപ്പോഴേ എനിക്ക് ഹൃദയം തൊട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് സംസാരിച്ചാൽ ഹൃദയം തൊടാൻ കഴിയും? ഇല്ല. ഇമോഷണലി ഹൃദയം തൊടാം, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല? പേഴ്സണലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഹൃദയം തൊടാൻ കഴിയില്ല. അപ്പോൾ ഇതെൻ്റെ കയ്യിലുള്ള ഒരു കത്രികയാണ്. വളരെ സിമ്പിൾ മെറ്റീരിയലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് എത്ര കത്രിക ഉണ്ട്? എന്താ ഇംഗ്ലീഷിൽ പറയാം കത്രികക്ക്? സിസർ. അപ്പോൾ ഒരു കത്രിക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷ് പറയാം? എന്താണ്? പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. തെറ്റണം, തെറ്റിക്കോട്ടെ. എന്താ പറയാ? സിസർ. വൺ സിസർ. അല്ലെങ്കിൽ വൺ സിസർ, അല്ലെങ്കിൽ വൺ സിസർ. എ സിസർ. എന്താണ്? സിസർ. ഓക്കെ, സിസർ. എന്നാൽ അങ്ങനെയല്ല, എ സിസറും അല്ല, വൺ സിസറും അല്ല. സിസേഴ്സ്. നോ, എ പെയർ ഓഫ് സിസർ. അങ്ങനെയാണ് ഒരു സിസർ എന്നുള്ള ഇംഗ്ലീഷിൽ നമ്മൾ പറയേണ്ടത് എ പെയർ ഓഫ് സിസറാണ്. ഒരു അറിവ് തന്നതാണ് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. എ സിസർ എന്ന് പറഞ്ഞാൽ ആൻ സിസർ എന്നൊന്നുമല്ല, അല്ലെങ്കിൽ വൺ സിസർ എന്നല്ല, എ പെയർ ഓഫ് സിസർ. എന്തുകൊണ്ടാണ് കാര്യം പെയർ ഓഫ് സിസർ ആവുന്നത്? ഒരു പാഠം തരുന്നുണ്ട് കത്രിക. കത്രിക ഒരു പാഠം തരുന്നുണ്ട്. എന്താ പാഠം? കത്രിക മുറിച്ചു മാറ്റാനുള്ളതാണ് അല്ലേ? അല്ല, എല്ലാ ബന്ധങ്ങളും മുറിച്ചു മാറ്റാൻ കത്രിക ഉപയോഗിക്കാം. അതാണോ പാഠം തരുന്നത്? അല്ല. കത്രികയ്ക്ക് രണ്ട് റോളുണ്ട്. ഒരാൾ മാത്രമായാൽ അതെന്താവൂല? കത്രികാവോ? ഹലോ, ഒരാൾ മാത്രമായാൽ കത്രികാവോ? ഈ രണ്ട് പാർട്ട് ഒരുപോലെ വർക്ക് ചെയ്താലാണ് എന്താവുക? കത്രികാവ്. അപ്പം നിങ്ങൾക്ക് തോന്നുന്നു ഇയാൾ കത്രിക വിൽക്കാൻ വന്ന ആളാണോ? അല്ല, അതുമല്ല. പിന്നെ എൻ്റെ കയ്യിലുള്ളൊരു സാധനം ഒരു A4 പേപ്പറാണ്. എന്താണ്? A4 പേപ്പറാണ്. ആ A4 പേപ്പറിനെ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് 4 ആക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? ഇവിടെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് തലയുള്ളതായിരിക്ക? ഏറ്റവും വലിയ തലയുള്ളതായിരിക്ക? ഏറ്റവും വലിയ തലയുള്ളതായിരിക്ക? നിങ്ങളിങ്ങനെ പരസ്പരം നോക്കി ഏറ്റവും വലിയ തല, ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള, നല്ല നല്ല എല്ലായിടത്തും വെക്കാൻ പറ്റണ ഇതാണോ? അതല്ല, അതല്ല. എന്താ, ഞാൻ ഒരാളെ വിളിച്ചാൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? ഞാൻ തലയുള്ള ഒരാളെ വിളിച്ചാൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. ഞാൻ വിളിക്കട്ടെ? വിളിക്കട്ടെ? അയാളൊന്ന് വരും എൻ്റെ ഒപ്പം. വാ, ഓടി വാ, കം, വാ. ഒരു കയ്യടി കൊടുത്തേ, നല്ലൊരു കയ്യടി കൊടുത്തേ. യെസ്, ഓടി വാ. ഏറ്റവും നല്ല തലച്ചോറുള്ള, ഏറ്റവും നല്ല ബ്രെയിനുള്ള അല്ലേ? നന്നായില്ലേ? കുറച്ചൊക്കെ ഉള്ളൂ, ആവറേജ് ഉള്ളൂ. പക്ഷെ എനിക്ക് ഇന്ന് വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ അറിയാലോ, ഏറ്റവും നല്ല തലച്ചോറാണ്, ബ്രെയിനാണ്. ബ്രെയിൻ വർക്കൗട്ട് ചെയ്യുന്ന ബ്രെയിനുണ്ട്, വർക്കൗട്ട് ചെയ്യാത്ത ബ്രെയിനുണ്ട്. നിങ്ങളുടെ ഏതാ? വർക്കൗട്ട് ചെയ്ത് ഏറിക്കണ് അല്ലേ? ഭയങ്കര ഏറലാണ്. പക്ഷെ ഇതങ്ങനെയല്ല, അത് നല്ലൊരു തലയാണ്, ഒരു ക്വാളിറ്റി ഉള്ള തലയാണ്. ആണോ? എല്ലാവർക്കും ക്വാളിറ്റി ഇല്ലേ? പേരെന്താ? മിഷാൽ. എവിടെ പഠിക്കണേ? PTM. ഓക്കെ, കുഴപ്പമില്ല. PTM നിന്ന് മിഷാലാണ് നമ്മുടെ ടാസ്ക് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഒരു ക്വാളിറ്റി ഉള്ളത് എന്താണ്? ഈ കൂട്ടത്തിലെ ഏറ്റവും ബെസ്റ്റ് തലയാണ്. ആ തലയ്ക്ക് ഞാൻ കൊടുക്കുന്നത് ഫിസിക്കലി ഉള്ള എന്തല്ല, ഫിസിക്കലി എന്നുള്ള ഒരു ക്വാളിറ്റി അല്ല. എന്താണ്? അതൊരു മെൻ്റലി ഉള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ്. ഓക്കെ, കുഴപ്പമില്ല. ഈ മൈക്കൊന്ന് പിടിക്കോ? യെസ്, ഇന്നടുത്ത് പിടിക്കണം കേട്ടോ. യെസ്, ഞാൻ ഈ A4 പേപ്പറിനെ എന്താക്കുന്നു? മുറിക്കാൻ പോവുകയാണ് അല്ലേ? മുറിച്ചു. മോളൂസേ കേട്ടോ, അടുത്തിട്ട് പിടിച്ചു. ഞാൻ ഒന്നുകൂടി കട്ട് ചെയ്യാൻ പോവാണ്.
പിടിച്ചോട്ടോ. യെസ്, ഇതാണ് എൻ്റെ കയ്യിലുള്ള പേപ്പർ. ഇത് സ്റ്റുഡൻറ്റ് എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കുട്ടികൾ എന്നുള്ള നിലക്ക് ഇത് നിങ്ങളെ മനസ്സാണ്. ഇത് നിങ്ങളെന്താണ്? മനസ്സാണ്. ഇടുങ്ങിയ മനസ്സാണ്, ചിന്തിക്കാൻ കഴിയാത്ത മനസ്സാണ്. ചിന്തിക്കാൻ കഴിയുന്ന സ്കില്ലുണ്ട്, പക്ഷെ എന്ത് ചെയ്യണില്ല, നമ്മൾ ചിന്തിക്കണില്ല. വെരി ഗുഡ്, സത്യം പറഞ്ഞതിന് കൺഗ്രാജുലേഷൻ. ഓക്കെ ഓക്കെ, ഓള് പറഞ്ഞു കേട്ടോ, ഞങ്ങൾ ചിന്തിക്കണില്ല എന്നുള്ളതാണ്. ഈ പേപ്പറിൻ്റെ കഷ്ണം മിഷലിൻ്റെ തലക്ക് വെച്ച് നോക്കിയാൽ എത്രയേ ഉള്ളൂ? മിഷലിൻ്റെ തലയേക്കാൾ ചെറുതാണ്, ഉറപ്പല്ലേ? യെസ്. അപ്പോൾ ഈ മിഷലിൻ്റെ ഈ വലിയ തലച്ചോറുള്ള തല, നല്ല തല, മിഷലിൻ്റെ ഈ വലിയ തല കേൾക്കുന്നുണ്ടല്ലോ, ചിന്തിക്കാൻ വേണ്ടിയിട്ട് മാത്രം പറയാണ്. കണ്ടോ, ഞാൻ ചെറിയൊരു ഹോൾ വെച്ചു. ഹോള് കാണുന്നുണ്ടല്ലോ, കാണുന്നുണ്ടോ? യെസ്. ഇതിലൂടെ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കത്രിക കടത്തിവിടാം. കത്രിക കടത്തിവിടാം, പറ്റൂലേ? അല്ലേ? വാച്ച് കടത്തിവിടാം, എൻ്റെ 3-4 വിരലുകളും കടത്തിവിടാം. ഈ ഒരു ചെറിയ ഹോളിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട മിഷലിൻ്റെ തല കടത്തിവിടാൻ കഴിയൂല? ക്യാൻ ഓർ കനോട്ട്? കഴിയോ? അപ്പോൾ കഴിയൂല എന്നുള്ള ആ ചിന്ത ഉണ്ടല്ലോ, അതാണ് ഇപ്പം നിങ്ങൾ കോൺക്ലേവിൽ വരുന്ന സമയത്തുള്ള ചിന്ത. അതാ എന്തു വർത്താനം. അപ്പം ഇത്രയും നേരം അവിടുന്ന് ഒരുങ്ങി മാറ്റി വന്നിട്ട് ഈ മാഷ് പറയാണ്, ഞങ്ങളെ ചിന്ത ഇത്രയേ ഉള്ളൂ. പക്ഷെ ആ ചിന്തയെ ഡെവലപ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് സോഷ്യൽ കോൺക്ലേവിൻ്റെ ഒരു ലക്ഷ്യം. സംസാരത്തിലൂടെ, ഫാക്കൽറ്റീസുകളുടെ നിർദ്ദേശങ്ങളിലൂടെ, ടാസ്കിലൂടെ, സെഷനിലൂടെ എന്നാണ്. മോളൂസേ ഇവിടെ നോക്കിക്കോ, നമ്മളെ മുന്നിലുള്ള ഈ ഒരു കുഞ്ഞു പേപ്പറിലൂടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള നല്ല തലച്ചോറ് ഇവിടെ ഉണ്ട്. നല്ല തലച്ചോറ്, തുളുമ്പിന് തലച്ചോറാണ് കേട്ടോ. യെസ്, ആ തലച്ചോറിനെ ഞാൻ എന്ത് ചെയ്യണം? ക്യാൻ ഓർ കനോട്ട്? ഓർക്കനോറാ? ഉറപ്പല്ലേ? ഇതാ കീറിപ്പോയി. കഴിഞ്ഞോ? ഇല്ല. കഴിയാത്തതിന് കാരണം എന്താ? പേപ്പർ ചെറുതാണ്. വീണ്ടും ഭയങ്കര സംഭവം കേട്ടോ. യെസ്, ഓക്കെ, കുഴപ്പമില്ല. ആ പേപ്പറിൽ ഇതിന് ഉപയോഗം ഉണ്ട്. പീടിയിലൊക്കെ പോകാൻ പറയുമെങ്കിൽ വലിയ ഉള്ളി 1 കിലോ ഇതിലെഴുതി കൂടെ? അപ്പോൾ അതാ പറഞ്ഞത്, ഇതിൽ വാല്യൂ ഉണ്ട് കേട്ടോ. യെസ്. നെക്സ്റ്റ്, മിഷൽ കുടുങ്ങിയിട്ടില്ലല്ലോ. PTM ഏറ്റവും നല്ല മികച്ച സ്റ്റുഡൻ്റ് ആണെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്, അല്ലേ? തേങ്ങയിടുന്നത് അങ്ങനെയൊന്നുമല്ല കേട്ടോ, കറക്റ്റാണ്. ഓക്കെ, യെസ്. ഇവിടെ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ, ഇതേ പേപ്പർ, ആദ്യത്തെ പേപ്പർ നമ്മുടെ ഏത് ചിന്ത? കോൺക്ലേവിൽ വന്നപ്പോൾ, ഈ ബെഞ്ചിലിരുന്നപ്പോൾ, ഈ ഡെസ്കിലിരുന്നപ്പോൾ, ഈ ചെയറിലിരുന്നപ്പോൾ, ഈ റൂമിലിരുന്നപ്പോൾ, ഈ സിറ്റുവേഷനിലിരുന്നപ്പോൾ ഉണ്ടായ ചിന്ത. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കോൺക്ലേവിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളെ ചിന്തനെ എന്ത് ചെയ്യണം? ഡെവലപ്മെൻറ്റ് ചെയ്യണം. ചെയ്യണം. ഇനി ഇവിടെ ഒരു കാര്യം നടക്കാൻ പോകണം, ശ്രദ്ധിച്ച് നോക്കിക്കോട്ടോ. ഒന്ന് ഉയർത്തി പിടിച്ചെന്നാലേ കാണുള്ളൂ. ബോയ്സ് റെഡി അല്ലേ? യെസ്. ഈ പേപ്പറിനെ ഞാനൊന്നും മടക്കാൻ പോവാണ്. എൻ്റെ കയ്യിലുള്ള ടൂള് നേരത്തെ പോലത്തെ ഒരു കത്രിക, അതേ വലിപ്പത്തിലുള്ളൊരു പേപ്പർ, പോസ്റ്റ് കാർഡ് വലിപ്പത്തിലുള്ളൊരു പേപ്പർ, അല്ലേ? ഞാനത് അങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? കട്ട് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്തോട്ടെ. യെസ്, കട്ട് ചെയ്യട്ടെ. 1 2 3 4 5 6 7. റെഡി? യെസ് ഓർ നോ? യെസ്. ഒരു കത്രിക വെട്ടിയ രീതി കണ്ടില്ലേ? കണ്ടോ അല്ലേ? കത്രിക മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതേ പേപ്പർ തന്നെയാണ് ആരുടെ കയ്യിലുള്ളത്? എൻ്റെ കയ്യിലുള്ളത്. നിങ്ങൾക്ക് ഒന്നുകൂടെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ചെയ്യാൻ പോവാണ്. കണ്ടോ? ഇത് ചെയ്യണം കേട്ടോ. നിങ്ങളെ ചിന്തയെ എത്രത്തോളം വ്യാപ്തി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. യെസ് ഓർ നോ? യെസ്. ക്ലിയർ. ഒന്നും കൂടി വെട്ടാൻ പോവാണ്. വെട്ടിക്കോട്ടെ? കുഴപ്പമുണ്ടോ? ഇല്ല. എവിടെ വെട്ടിയത് നോക്കണേ. വെച്ചു. ബോയ്സ് കേൾക്കുന്നുണ്ടോ? അവിടെ കാണുന്നുണ്ട്? കാണാത്തവരുണ്ടോ? ഇല്ലേ? അപ്പോൾ ഇത് വെട്ടിയത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? യെസ്. ഞാൻ എന്ത് ചെയ്തു? അതേ സാധനം എടുത്തിട്ട് ഒന്ന് തിരിച്ചു വെട്ടാൻ പോവാണ്. വെട്ടട്ടെ? കുഴപ്പമുണ്ടോ? ഇല്ല. വെട്ടി 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 വീണ്ടാമതും
വെട്ടു. എൻ്റെ കയ്യിൽ ഇത് ഇങ്ങനെ ആയി അല്ലേ. ഇനി ഞാനിതിനെന്ത് ചെയ്യാൻ പോവാണ്, ഇങ്ങളിലുള്ള കനോട്ട് എന്നുള്ള ചിന്തല്ലേ, എന്ത് പറഞ്ഞാലും എന്നെ കൊണ്ട് ഞാനല്ല ഓള് പോയിക്കോട്ടെ പ്ലീസ്. ഞാനിവിടെ പാട്ടാടാ, ഇവിടെ നന്നായിട്ട് പാടും, ഇവിടെ എന്തായാലും പാടും, ഇവളും പാടും. നമ്മൾ പാടൂലെങ്കിലും ബാക്കിയുള്ളവർക്ക് പണി കൊടുക്കാനുള്ള പാട്ടാണ്. അങ്ങനെയല്ലേ ഉണ്ടാവില്ല ജീവിതത്തിൽ. അങ്ങനത്തെ കുറച്ച് ചിന്തകളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, കട്ട് ചെയ്ത് ഇങ്ങനെ ഒഴിവാക്കട്ടെ. യെസ്. ഇനി എന്താ ഉണ്ടാവുക? എൻ്റെ മനസ്സിൽ ചെറിയ പേപ്പർ, മിഷൻ്റെ വലിയ താല. കൊള്ളൂലേ? കൊള്ളുമോ? അതെന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? അതേ പേപ്പർ തന്നെയല്ലേ ഉള്ളത്. എന്താണ് വെട്ടിയിൽ വ്യത്യാസമുണ്ട്. ആ വെട്ടിയത് എന്താ? ഞാൻ എൻ്റെ കനോട്ട് എന്നുള്ള ചിന്തകളെ ഒഴിവാക്കിയതാണ്. മാത്രമല്ല വർക്കൗട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, ശ്രമം നടത്തുക, നമ്മൾ വീണ്ടും പരിശീലിക്കുക. അങ്ങനെ തന്നെയല്ലേ നമ്മൾ സക്സസ്ഫുൾ ആവുള്ളൂ. ആണോ? നല്ല ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ നന്നായി മാർക്ക് വാങ്ങുന്ന ഒരു പരീക്ഷയിൽ നമ്മളെടുത്ത എഫേർട്ടിനനുസരിച്ചിട്ടല്ലേ റിസൾട്ട് ഇട്ടലുള്ളൂ. ആണോ? അല്ലേ? ആണ്. അപ്പോൾ ഞാനിതിങ്ങനെ നിർത്തട്ടെ. ഇനി ഞാൻ മാത്രല്ല, മിഷലിൻ്റെ കൂടെ എനിക്കും എന്ത് ചെയ്യാം, ഒരൊറ്റ ചെറിയ പേപ്പർ ചെറുതായിട്ടൊന്ന് ഹാർഡ് വർക്ക് ചെയ്തു, പ്രാക്ടീസ് ചെയ്തപ്പോൾ നേരത്തെ കണ്ട പേപ്പറിൻ്റെ അതേ വാല്യൂ ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ഇന്ത്യയും മിഷലിൻ്റെയും കല്യാണം കോൺക്ലേവിൽ വെച്ചിട്ട്. അതാണോ മനസ്സിലായത്? അല്ല. ഇന്നത്തെ ഒരു ഗിഫ്റ്റായിട്ട് പോകാൻ അത് കിടക്കട്ടെ അല്ലേ. യെസ് ഓർ നോ? യെസ്. എന്താ മനസ്സിലായേ? ഹാർഡ് വർക്കൗട്ട്, പ്രാക്ടീസ് നമ്മളിലേക്ക് എന്തെത്തിക്കും? റിസൾട്ട് എത്തിക്കും എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു, കൺഗ്രാജുലേഷൻ. യെസ്. ഇനി നിങ്ങൾക്ക് ഞാനൊരു ഗിഫ്റ്റ് തരാൻ പോവാണ്. തരട്ടെ? ഗിഫ്റ്റ് തരുന്ന ഇഷ്ടമല്ലേ? ആണോ അല്ലേ? യെസ്. എവിടെ ഗിഫ്റ്റ് പോയോ? ഇതാണ് എൻ്റെ ഗിഫ്റ്റ്. എൻ്റെ ഗിഫ്റ്റ്. വേണോ? ഈ ഗിഫ്റ്റ് കൊണ്ട് എന്താ ചെയ്യുക? ഈ പൈസ കൊണ്ട് ആദ്യം എന്താ ചെയ്യുക? ഞാൻ കുറേ ലേസ് വാങ്ങും അല്ലേ. പിന്നെ വേറെ എന്തെങ്കിലും എന്താ കരുതി? ഇവിടെ എന്താ കരുത്? എന്താ ചെയ്യുക ഗിഫ്റ്റ് കിട്ടിയാൽ? ഓക്കെ, എന്താ ചെയ്യുക? നിങ്ങൾക്ക് വേണോ? ഗിഫ്റ്റായിട്ട് വേണോ? ഇത് ഗിഫ്റ്റ് വേണ്ടത് ആർക്കൊക്കെയാണെന്ന് കൈവന്തിക്കാൻ പറ്റുമോ? ഈ ഗിഫ്റ്റ് വേണ്ട ആളുകളൊന്ന് കൈവന്തിക്കാൻ പറ്റുമോ? ഇനി വേണ്ട ഗിഫ്റ്റായിട്ട് തരുന്നത് എല്ലാവർക്കും തരാൻ തീരുമാനിച്ചു. വേണോ? ഒന്ന് കൈവന്തിച്ച്, എല്ലാവരും ഒന്ന് കൈവന്തിച്ച്. ഇത് വേണ്ട ആൾക്കാരൊക്കെ. ഇയാൾ വെറുതെ എന്തായാലും ഇത് തരൂല എന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അതുകൊണ്ടാണ് നിങ്ങൾ കൈവന്തിക്കാത്തത്. ടാസ്ക് ഒക്കെ ഉണ്ടാവും എന്നുള്ളത്. കുഴപ്പമില്ല, ഞാൻ ടാസ്കിലേക്കൊന്നും പോകണില്ല. യെസ്. ഇത് റെഡിയാണോ? കണ്ടോ, ഒരു കയ്യിൽ സമൂസയും ഒരു കയ്യിൽ കൈ വന്തിച്ചിട്ടുമാണ്. കാരണം എന്നാലും വിട്ടുകൊടുക്കൂല കേട്ടോ അല്ലേ. യെസ്. നിങ്ങൾ റെഡി അല്ലേടാ? ഇത് വേണോ? വേണം. യെസ്. ഇനി ശ്രദ്ധിച്ചട്ടോ, ഇങ്ങോട്ട് നോക്കിക്കോട്ടോ. സമൂസ തിന്നുമ്പോൾ എന്നെ നോക്കിക്കോ. ഈ 500 രൂപ ഇഷ്ടം പോലെ ആൾക്കാർക്ക് ആവശ്യക്കാരുണ്ട് അല്ലേ? ഉണ്ടോ? ഞാനിത് ഒരു ഭാഗത്ത് ഇവിടെ വെക്കും, നിങ്ങൾക്ക് വന്നിട്ട് എടുക്കാം. നിങ്ങൾ വരുമോ? ഓക്കെ. എന്നാൽ ഇനി ഈ ഒരു ചെറിയ ഭാഗം ഒന്നുകൂടി നോക്കിക്കോട്ടോ. ഇതാട്ടോ, കാണുന്നുണ്ടല്ലോ. ഇത് കള്ളനോട്ടാണോ നോക്കേ? അല്ല, ഒറ്റ നോട്ടത്തിൽ കള്ളനോട്ടല്ല എന്നൊക്കെ പറഞ്ഞു. SBIയിലുള്ള ആളാണ് തോന്നുന്നു കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. യെസ്. ഇതാ ആ പൈസ തന്നെ കേട്ടോ അല്ലേ? ആ പൈസ തന്നെ അല്ലേടി? ഇനി ഇതാർക്കാ വേണ്ടത്? അപ്പോഴും നിങ്ങൾക്ക് വേണല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ഇനി ആർക്കാ വേണ്ടത്? അപ്പോഴും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതെന്താ നിങ്ങൾക്ക് എപ്പോഴും ഇതിനോട് ഇങ്ങനെ ഒരു ആവശ്യം വരാനുള്ള കാരണം? അതിൻ്റെ മൂല്യം പോയിട്ടില്ല. എനിക്കതൊന്നും ഇങ്ങനെ മെല്ലെ സാവധാനം ഇങ്ങനെ എടുത്ത്
അല്ലേ? സാവധാനം ഇങ്ങനെ എടുത്ത് 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 ഇനി ഒന്നുകൂടെ ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്നിങ്ങനെ ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കിയാലും ഇത് ഈ കടയിൽ കൊണ്ടുപോയി കൊടുത്താൽ ലേസ് കിട്ടും, മീൻ കിട്ടും, പച്ചക്കറി കിട്ടും, അരി കിട്ടും. ഇത് ആർക്കെങ്കിലുമൊക്കെ ആയിട്ട് കൂലിയായിട്ടൊക്കെ കൊടുക്കാൻ പറ്റും. ഇതുപോലെയാണ് മനുഷ്യൻ്റെ മൂല്യവും. അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഓരോരുത്തരും പേഴ്സണലായിട്ട് ചെയ്യുന്ന പ്രശ്നം. ക്ലിയർ അല്ലേ? യെസ് ഓർ നോ? യെസ്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. പരിശ്രമമാണ് നമ്മളെ നല്ല റിസൾട്ട് തരിക. ആ റിസൾട്ടാണ് ഈ കാണുന്ന റിസൾട്ട്. ഈ ഒരു കുഞ്ഞു പേപ്പറിനെയാണ് ഇത്. നിങ്ങളുടെ ചിന്ത നമ്മൾ എന്തിലേക്ക് വന്നപ്പോൾ കോൺക്ലേവിൽ മിന്നാമിന്നികളെ കണ്ടുകണ. മിന്നാമിന്നികളുടെ ലാർവ ഒരു പുഴുവിന്, ആ പുഴുവിൻ്റെ ലൈറ്റ് കത്തിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ മിന്നാമിന്നി ഒരു വണ്ടാണ്. മിന്നാമിന്നീസ് ഒരു ബീറ്റിലാണ്, വണ്ടാണ്. വണ്ടു വർഗത്തിൽപ്പെട്ട ഒരാളാണ് ആര്? മിന്നാമിന്നി. മിന്നാമിന്നി ലൈറ്റ് കത്തിക്കുമോ? എപ്പോഴാണ് കത്തിക്കാറ്? നൈറ്റിൽ ലൈറ്റ് കത്തിക്കും. ഞാൻ ചോദിക്കട്ടെ, ലൈറ്റ് രാവിലെയും കത്തുണ്ടാവും, പക്ഷെ നമ്മൾ കാണുന്നുണ്ടാവില്ലല്ലോ, അങ്ങനെയാണല്ലോ. ഓക്കെ, കുഴപ്പമില്ല. യെസ്. അപ്പോൾ ഈ മിന്നാമിന്നിക്ക് ഒരു ചോദ്യം കേട്ടോ, മിന്നാമിന്നിക്ക് ലൈറ്റ് കത്തിക്കാൻ പറ്റുന്നല്ലേ പറഞ്ഞേ? അല്ലേ? ലൈറ്റ് കത്തിക്കണ മിന്നാമിന്നി ആണാണോ പെണ്ണാണോ? ലൈറ്റ് കത്തിക്കുന്ന മിന്നാമിന്നി ആണാണോ പെണ്ണാണ്? എന്താ പറഞ്ഞേ? രണ്ടും കത്തിക്കും. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ. ഓൻ പറഞ്ഞു എന്ത് ചെയ്തു? തുലനം നിലനിർത്തി, ലിംഗസമത്വം നിലനിർത്തിക്കൊണ്ട് രണ്ടും കത്തിക്കുമെന്ന് പറഞ്ഞു. അല്ലേ? എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ. പെണ്ണായ മിന്നാമിന്നി, ലാർവയിൽ നിന്ന് മാറിയ മിന്നാമിന്നി ഭൂമിയിൽ നിന്ന് ഉയരുണേയില്ല, ആ മണ്ണിൽ തന്നെ ഇരിക്കുകയാണ്. ഒച്ചിനെ കഴിക്കുന്ന, വണ്ടുകളെ കഴിക്കുന്ന, മറ്റ് മണ്ണിരകളെ കഴിക്കുന്ന ഈ മിന്നാമിന്നി, പെൺമിന്നാമിന്നി എവിടുന്ന് ഉയരണില്ല? മുകളിലേക്ക് പറന്നുയരണേയില്ല. ഉണ്ടോ? ഇല്ല. ആൺ മിന്നാമിന്നികൾ മാത്രമാണ് പാറുന്ന മിന്നാമിന്നികളാവുന്നതും ലൈറ്റ് കത്തിക്കുന്ന മിന്നാമിന്നികളാവുന്നതും. അപ്പോൾ ചോദിക്കുക, എന്തിനാണ് മിന്നാമിന്നി ലൈറ്റ് കത്തിക്കുന്നത്? ഔ, അവൾ പറഞ്ഞിട്ടെങ്ങളെ മിന്നാമിന്നി ലൈറ്റ് കത്തിക്കണ കണ്ണാണാനാണ്. എന്താ? വെരി ഗുഡ്. ഓള് പറഞ്ഞിട്ടോ, ഓളെ ചിന്ത ഉപയോഗിച്ചിട്ടൊരു ഉത്തരം പറഞ്ഞു. ശരിയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അവള് പറയാണ് എന്ത് ചെയ്യുന്നു? ആൺ മിന്നാമിന്നി ലൈറ്റ് കത്തിക്കുന്നത് പെൺമിന്നാമിന്നിനെ അട്രാക്റ്റ് ചെയ്യാനാണ്. ശരിയാണ്, കൺഗ്രാജുലേഷൻ, വെരി ഗുഡ്. ഒരു കൈയടി കൊടുത്ത്, സമൂസ പോവാതെ ഒരു കൈയടി കൊടുത്തു കേട്ടോ. ഓക്കെ, കണ്ടോ? ശരിക്കും അതാണ്. നീ മിന്നാമിന്നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം എന്താ അറിയാം? പറയട്ടെ, ദുഃഖം പറയട്ടെ. മിന്നാമിന്നിൻ്റെ എന്താണ്? ആ ശരീരത്തിൽ എന്തോ ഒരു വസ്തു, രാസവസ്തു ഉണ്ടായതുകൊണ്ടാണ് അതെന്ത് ചെയ്യണത്? അതിനെന്താ പേരുണ്ടല്ലോ. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ. എന്താ പേര്? അമ്ന. മിന്നാമിന്നിയുടെ ശരീരത്തിൽ എന്തുണ്ട്? ലൂസിഫറിൻ എന്ന് പറയുന്ന പദാർത്ഥം ഉണ്ട്. ഇനി കേൾക്കണം കേട്ടോ, എല്ലാ മിന്നാമിന്നികൾക്കും ആ ലൂസിഫറിൻ എന്ന് പറയുന്ന പദാർത്ഥം ഇല്ല. അതിൻ്റെ തോത് കുറയും, അതിനനുസരിച്ച് ലൈറ്റ് കത്തലും കുറയും. പിടിച്ചിക്കണോ? ഇല്ല. കണ്ടുക്കണോ? ഓക്കെ, വെരി ഗുഡ്. ഒരു ഗിഫ്റ്റ് തരണ്ട കേട്ടോ. എവിടെ? ഒരു ഗിഫ്റ്റ് തരണ്ട്. ഓക്കെ, ഇനി ഞാൻ പറയട്ടെ, മിന്നാമിന്നിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയാം? അല്ല, മിന്നാമിന്നിക്ക് ലൈറ്റ് കത്തിച്ചിട്ട് ഒരു ഇണയെ കിട്ടും. ലൈറ്റ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മയിൽ പീലി വിടർത്തി നൃത്തം വെക്കുന്നത്. എന്തിനാ? ആ പെൺമയിലിനെ അട്രാക്റ്റ് ചെയ്യാനും അവരോടൊപ്പം കൂട്ടുകൂടാനാണ്. അതുപോലെയാണ് മിന്നാമിന്നി ലൈറ്റ് കത്തിക്കുന്നത്. അപ്പം ലൈറ്റ് കത്തിക്കുന്ന മിന്നാമിന്നി കൂട്ടുകൂടിയതിന് ശേഷം, സഹവസിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യുന്നറിയോ? പിന്നെ ആകെ ജീവിക്കുക ആൺമിന്നാമിന്നി 4 ദിവസം മാത്രമാണ്. ഏറിയാൽ 7 ദിവസം. 4 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 7 ദിവസം കഴിഞ്ഞാൽ ആ കൂട്ടുകൂടിയ മിന്നാമിന്നി, ആൺമിന്നാമിന്നി എന്ത് ചെയ്യും? മറുകയ, കത്തം, ചാവും. അപ്പം നമുക്ക് വളരെ കുറഞ്ഞ ആയുസ്സുള്ള ഒരു ജീവജാലമാണ് ആര്? മിന്നാമിന്നി. അപ്പം ഇങ്ങനെ ചിന്തിക്കുക. അപ്പം ഞാൻ പറഞ്ഞ 2ാമത്തെ സെഷനും കഴിഞ്ഞു. ഇനി 3ാമത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ എന്ത് പറയണം എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. ഞാൻ എങ്ങനെയാണ് അറിയപ്പെടുന്നത് ആ സെഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം, നമ്മളോട് പറയാം. അപ്പോൾ 2 സെഷൻ കഴിഞ്ഞു. ഒരു 2 ചോദ്യങ്ങൾ 2 കാര്യങ്ങളും ചെയ്തിട്ട് ഞാൻ അവസാനിപ്പിക്കും. പറയും
എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ചെയ്ത് കാണിച്ചു തരണമെന്നുണ്ടോ? സാറ് നേരത്തെ നമ്മളെ ഷബീർ സാറ് പറഞ്ഞു പാട്ടുകളെ വിഷയങ്ങളെയൊക്കെ പാട്ടുകളാക്കി മാറ്റുന്ന ഒരാളാണ്. ഈ പ്രാവശ്യം ഞാൻ ഒരു സാധനം ചെയ്തിട്ടുണ്ട്. ഭ്രമണവും പരിക്രമണവും ഒക്കെ പറയുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങൾക്ക് ഭ്രമണവും പരിക്രമണമൊക്കെ അറിയോ? ഒന്ന് പാടിത്തരട്ടെ? പാടിത്തരുമോ? അതിന് നിങ്ങൾ ആ ചായ കുടിച്ചാൽ ഒരു അരം കിട്ടൂല. ചായ വേഗം കുടിച്ചാണ് ഒറ്റ കണ്ണ് ചിമ്മിയിട്ട് ഒറ്റ വലി വേണ്ട, അല്ലെങ്കിൽ തട്ടിമാറി കേട്ടോ. പിന്നെ അതിൻ്റെ രസം ചൂടുണ്ടോ? ഓക്കെ, കുഴപ്പമില്ല, എന്നാൽ പാടി തരട്ടെ. നിങ്ങൾ പറയും, നിങ്ങളിങ്ങോട്ട് ആവശ്യപ്പെടുന്നതനുസരിച്ച് എന്തും ചെയ്യാൻ വില്ലിങ്ങാണ്. എന്താ വേണ്ടേ? പാടണ്ടേ? ഏതിനെ കുറിച്ചിട്ടാ? പാടിയ പാട്ടുകളാണ് വേണ്ടത്, ഉണ്ടാക്കിയ പാട്ടുകൾ. അപ്പം മിന്നാമിന്നിയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞില്ലേ? ആ പാട്ട് എൻ്റെ കുഞ്ഞിനോട് ചോദിച്ചിട്ട്, പപ്പ എന്താ പപ്പ ഈ മിന്നാമിന്നിൻ്റെ മൂട്ടിൽ ഇങ്ങനെ വെളിച്ചെന്ന് ചോദിച്ചു. അല്ലേ? ചോദ്യമാണല്ലോ, കുട്ടികളെ ചോദ്യമല്ലേ? അതെന്താ അതിന് മാത്രം? എല്ലാ ജീവികളും അങ്ങനെയല്ലേ, പൂമ്പാറ്റക്കൊന്നും ലൈറ്റ് ഇല്ലല്ലോ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ കുട്ടിക്ക് അത് പറഞ്ഞു കൊടുത്തു, ഇതിങ്ങനെയുള്ളതാണ്. ലൂസ്പറിന്ന് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് കിട്ടൂല, എനിക്കറിയാം. LKG പഠിക്കുന്ന കുട്ടിയല്ലേ. മിന്നാ മിന്നി പെണ്ണെ മിന്നിത്തിളങ്ങണതെന്താ, മിന്നിത്തിളങ്ങും നിന്നെ കാണാൻ എന്തൊരു ചേല. മിന്നാ മിന്നി പെണ്ണെ മിന്നിത്തിളങ്ങണതെന്താ, മിന്നിത്തിളങ്ങും നിന്നെ കാണാൻ എന്തൊരു ചേല. ആ പാട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് തമ്മിൽ തെറ്റുണ്ടോ? മിന്നാ മിന്നി പെണ്ണല്ല, മിന്നാ മിന്നി ആണ്. മിന്നിത്തിളങ്ങണതെന്താ, മിന്നിത്തിളങ്ങും നിന്നെ കാണാൻ എന്തൊരു ചേല. താഴത്തുനിന്നാണ് പറയണത്, പറക്കാത്ത. മിന്നിത്തിളങ്ങും നിന്നെ കാണാൻ എന്തൊരു ചേല. മിന്നിത്തിളങ്ങു വെട്ടം ആരു നിനക്കെകി വെട്ടം, ചൊല്ലിപ്പറഞ്ഞാലാണേ കൂട്ടിനു കൂടാം നിന്നെ, കൂട്ടിനു കൂട്ടാം നിന്നെ. മിന്നാ മിന്നി പെണ്ണെ മിന്നിത്തിളങ്ങണതെന്താ, മിന്നിത്തിളങ്ങും നിന്നെ കാണാൻ എന്തൊരു ചേല, കാണാൻ എന്തൊരു ചേല. കിട്ടില്ലേ? ഇത് ഞാൻ എൻ്റെ കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ പാട്ടാണ്, എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇനി എന്ത് പറയണം? ഭ്രമണവും പരിക്രമണവും ഒക്കെ പറയട്ടെ. നമ്മുടെ സ്വന്തം ഭൂമി പാടാ. സ്വന്തം അച്ചുതണ്ടില് സ്വയം കറങ്ങണത് ഭ്രമണാണ് ട്ടോ. ഉദയിത നമ്മുടെ സ്വന്തം ഭൂമി, സ്വന്തം അച്ചുതണ്ടില് സ്വയം കറങ്ങണത് ഭ്രമണാണ് ട്ടോ. ഉദയിത ഭ്രമണാണ് ട്ടോ. നമ്മുടെ സ്വന്തം ഭൂമി സ്വയം കറങ്ങിയിട്ട് സൂര്യനെ ചുറ്റുമ്പോൾ പരിക്രമണാണ് ട്ട. ഉദയിത പരിക്രമണാണ് ട്ടോ. നമ്മുടെ സ്വന്തം ഭൂമി സ്വന്തം അച്ചുതണ്ടിലെ സ്വയം കറങ്ങണത് ഭ്രമണാണ് ട്ട. ഉദയിത ഭ്രമണാണ് ട്ടോ. ഭ്രമണം പൂർത്തിയാക്കാൻ ഒരു ദിവസാട്ടോ, പരിക്രമണം പൂർത്തിയാക്കാൻ ഒരു വർഷാട്ടോ. ഭ്രമണം പൂർത്തിയാക്കാൻ ഒരു ദിവസാട്ടോ, പരിക്രമണം പൂർത്തിയാക്കാൻ ഒരു വർഷാട്ടോ. ഇപ്പം പാട്ടും പാടി, ഇഷ്ടംപോലെ പാട്ടുണ്ട്. പാടിയ പാട്ടുകൾ സാറ് നേരത്തെ ഷബീർ സാറ് പറഞ്ഞ പോലെ ഇഷ്ടംപോലെ സംഗതി കയ്യിലുണ്ട് അല്ലേ? ഒക്കെ പാടുന്നതൊക്കെ ഇംഗ്ലീഷിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈസും. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹാസും ഹാവും കേട്ടിക്കണോ? ഹാസും ഹാവും കേട്ടിക്കണോ? നിങ്ങളെങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? എപ്പോഴാണ് ഹാസ് വരണ്ടേ, എപ്പോഴാണ് ഹാവ് വരണ്ടേ? അയ്യും യുവും ദേയും ബിയും വന്നാൽ ഹാവാ. എങ്ങനെ? അയ്യും യുവും ദേയും ബിയും വന്നാൽ ഹാവാ. ഷീയും ഹീയും സബ്ജക്റ്റും വന്നാൽ ഹാസാ. I have, you have, they have, we have, he has, cat has, subject has. എങ്ങനെ? അയ്യും യുവും ദേയും ബിയും വന്നാൽ ഹാവാ. ഹീയും ഷീയും സബ്ജക്റ്റും വന്നാൽ ഹാസാ. എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ അത് പാടിയിട്ടാണ് ഐൻ്റെയും യുവിൻ്റെയും ബീൻ്റെയും ഹാവിൻ്റെയും ഹാസിൻ്റെ ഒക്കെ വർക്ക്ഷീറ്റുകൾ ചെയ്യുക. ക്ലിയർ അല്ലേ? ഇനി ഞാൻ ലാസ്റ്റായിട്ട് ചെറിയൊരു മിമിക്രി കാണിക്കാൻ പോകാൻ പറ്റുമോ? ഷബീർ സാറൊക്കെ മിമിക്രീൻ്റെ ആശാനാണ്.
ഓലൊക്കെ താഴെയുള്ള ഒരാളാണ് ഞാൻ കേട്ടോ. ഞാൻ അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള സാധനമേ ചെയ്യുള്ളൂ. ഒരേ പോരാ. റെഡി 1 2 3. കൂട്ടുകാരെ, നിങ്ങൾക്കൊരു വികൃതിക്കാരനായ കുരങ്ങച്ചന്റെ കഥ കേൾക്കണോ? കേട്ടുക്കണോ? കാർട്ടൂൺ കാണലുണ്ടോ? പുതിയ കുട്ടികൾ കാർട്ടൂൺ കാണലുണ്ടോ അല്ലേ? ഇപ്പം പുതിയ തലമുറ എന്താ പ്രശ്നം എന്നറിയാം. LKG UKG ഒക്കെ ഏത് കാർട്ടൂണിനേക്കാൾ മലയാളം കാർട്ടൂണിനേക്കാൾ ഇംഗ്ലീഷ് കാർട്ടൂൺ കൂടുതലായിട്ട് കാണുന്നത്. അത് നല്ലൊരു പ്രവണത. ഏതായാലും മൊബൈൽ അഡിക്ഷനാണ്. പക്ഷെ കുറേ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. കണ്ടിട്ടില്ലേ? വഴി തെറ്റുമ്പോൾ നമ്മൾ ആരോടാണ് വഴി ചോദിക്കാറുള്ളത്? മാപ്പിനോട്. ഞാനാണ് മാപ്പ്, ഞാനാണ് മാപ്പ്, ഞാനാണ് മാപ്പ്. കേട്ടുക്കണോ അല്ലേ? കുറുനരി നീ മോഷ്ടിക്കുകയേ ചെയ്യരുത്, കുറുനരി നീ മോഷ്ടിക്കുകയേ ചെയ്യരുത്. നമ്മളെങ്ങനെ അങ്ങോട്ട് കിടക്കും? വരൂ കൂട്ടുകാരെ, നമുക്കൊന്നിച്ച്. കേട്ടിട്ടില്ലേ? യെസ്. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയോ? ഈ കാർട്ടൂണിൽ മഞ്ചാടിയിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കണ ഒരു കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ ആ വികൃതിക്കാരനായ കൊരങ്ങച്ചൻ്റെ കഥയില്ലേ? മുട്ടോളം കേറിയല്ലോ ചോണനുറുമ്പ്, തട്ടിയിട്ടും മുട്ടിയിട്ടും പോകുന്നില്ല, തൂത്തിട്ടും തൂത്തിട്ടും പോകുന്നില്ല. അരയോളം കേറിയല്ലോ ചോണനുറുമ്പ്, തട്ടിയിട്ടും മുട്ടിയിട്ടും പോകുന്നില്ല, തൂത്തിട്ടും തൂത്തിട്ടും പോകുന്നില്ല. അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടം ആ പാട്ടിൽ നടക്കുന്ന കുരങ്ങനെയാണ്. സാധാരണ നടത്തം പോലെയാണ് ആ കുരങ്ങ് നടക്കണേ. ശ്രദ്ധിച്ചുക്കണോ? കാർട്ടൂണിൽ ചലച്ചിത്രങ്ങളാണ്. ചിത്രത്തെ എന്ത് ചെയ്യാണ്? ചലിപ്പിക്കുകയാണ്. ഞാൻ ആ കുരങ്ങ് നടക്കണവരൊന്ന് കാണിച്ചു തരട്ടെ. ഏതിലുള്ള വികൃതിക്കാരനായ കുരങ്ങച്ചന്റെ കഥ കേൾക്കണോ? കേൾക്കണോ? നടത്തല്ലേ? തങ്ങൾ ഉസ്താദ് ഒന്ന് കുറച്ച് ഇങ്ങോട്ട് നിൽക്കണം കേട്ടോ, എന്നാലേ അതാവുള്ളൂ. നിങ്ങളെല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആര് നടക്കാണ്? കാർട്ടൂണിലുള്ള കുരങ്ങച്ചൻ. ചെയ്തോട്ടെ? റെഡി 1 2 3. കണ്ടോ? ഏത് പാട്ടാണ്? മുട്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് പാടിത്തന്നെ. റെഡി 1 2 3 സ്റ്റാർട്ട്. നല്ല സൗണ്ടിൽ കേൾക്കണം. റെഡി 1 2 3 സ്റ്റാർട്ട്. മുട്ടോളം കേറിയല്ലോ ചോണനുറുമ്പ്, തട്ടി ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി എൻ്റെ ഒരു പേഴ്സണൽ സാധനം ഉണ്ട്, അതൊന്നും എനിക്ക് ചെയ്തു തരണം. കുട്ടികളേന്ന് വിളിക്കുമ്പോൾ എന്തോന്ന് പറയണം. എൻ്റെ ഫോണൊന്നും എടുക്കുമോ? ഞാൻ ചെയ്യട്ടെ? എനിക്ക് സ്റ്റോറി ഇടാനാണ് കേട്ടോ. ചെയ്യാട്ടെ? റെഡി 1 2. സ്റ്റോറി ഇടാനാണ്. അപ്പോൾ അതിന് പറയണ്ടേ? മേക്കപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. റെഡി റെഡി അല്ലേ? കുറച്ച് കളർ കയറി. 1 2 3 സ്റ്റാർട്ട്. കുട്ടികളെ ഓക്കെ, താങ്ക് യു. എന്നിങ്ങോട്ട് വിളിച്ചിക്കണ്, ഞാൻ അങ്ങോട്ട് വന്നിക്കണ്, മെസ്സേജ് അയച്ചിക്കണ്, വരാൻ പറഞ്ഞിക്കണ്, ഷെബീറാക്കുന്നെ ക്ഷണിച്ചിക്കണ്, ഞാൻ അങ്ങോട്ട് വന്നിക്കണ്, നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞിക്കണ്, എനിക്ക് സന്തോഷമായിക്കണ്. പ്രിയപ്പെട്ട റിയാസിന് എല്ലാവിധ ആശംസകളും അറിയിച്ചിക്കണം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.